മുംബൈ ലോക്കൽ പോലീസിന്റെ. ഞാൻ പരാതിപ്പെട്ടതിന്റെ മറുപടി അന്തേരിയിലെ റെയിൽവേ ട്രാക്കിൽ നിന്നും അവർക്ക് ഡെഡ് ബോഡി കിട്ടിയിരുന്നു. അവര് പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ അത് അവന് മഹേഷ്. താരേ താരേ ഇനിയെങ്കിലും യാഥാർത്ഥ്യങ്ങൾ താര മനസ്സിലാക്കണം. മഹേഷിനെ പറ്റി എന്തായാലും അയാളുടെ സഹോദരൻ കള്ളം പറയില്ലല്ലോ. എനിക്കെന്താ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചല്ലേ തീരൂ. താരയുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. എന്നാലും മരിച്ചുപോയ ഒരാളെ പറ്റി ഓർത്ത് കരയാം, സങ്കടപ്പെടാം. പക്ഷേ അത് ജീവിതകാലം മുഴുവൻ ആവരുതെന്ന് മാത്രം. താര ഇനി കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവണം. തീർത്താ തീരാത്ത പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നും താരക്കിനി വേണ്ടത് ശാശ്വതമായൊരു രക്ഷപ്പെടല. എല്ലാം മറന്ന് പുതിയൊരു ജീവിതം അതുണ്ടായേ പറ്റൂ. ഇല്ല സ്റ്റെല്ല, ഒരിക്കലും ഒരിക്കലും എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. എത്ര ശ്രമിച്ചാലും മഹേഷിനെ മറക്കാൻ പറ്റില്ല എനിക്ക്. അത് താരയുടെ തോന്നൽ മാത്രം. ദേ ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാത്തിനും തടസ്സം മഹേഷ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയായിരുന്നില്ലേ? ഒരുപക്ഷെ റോണിയെ മനസ്സിലാക്കാൻ പറ്റാതെ പോയതും അതുകൊണ്ടാവും. ഇനിയിപ്പൊ പ്രതീക്ഷകൾ വേണ്ടല്ലോ. അല്ല, ആ സ്ഥിതിക്ക് താരയ്ക്ക് റോണിയെ വിവാഹം കഴിച്ചൂടെ? അല്ല, താരയോട് ആത്മാർത്ഥത സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറഞ്ഞത്. പെട്ടെന്നൊരു തീരുമാനം വേണ്ട. അങ്ങനെ ആവാനും പാടില്ല. ആലോചിച്ച് മതി.